വിലങ്ങാട് പുഴയിൽ കാണാതായ യു.പി. സ്വദേശിക്കായി 4ാം ദിവസവും മേഖലയിൽ പരിശോധന തുടങ്ങി. K9 സ്ക്വാഡിലെ ട്രാക്കർ ഡോഗിനെ എത്തിച്ചാണ് തിരച്ചിൽ പുനരാരംഭിച്ചത്. PJ അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ ഞായറാഴ്ചയാണ് യു.പി. സ്വദേശിയായ നിഗം കുമാറിനെ പുഴയിൽ കാണാതായത്. ഇദ്ദേഹത്തിനായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, വടകരയിലുള്ള ഈ വിലങ്ങാട് പുഴയിൽ അകപ്പെട്ട യു.പി. സ്വദേശിയായ 19കാരനെ കണ്ടെത്താനുള്ള ഒരു പരിശോധന 4ാം ദിവസവും പിന്നിടുകയാണ്. വലിയ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഇവര് വിലങ്ങാട് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യു.പി. സ്വദേശിനിയാണ് 19കാരൻ. അതുപോലെ അയാളുടെ പേര് നിഗം കുമാറാണ്. അദ്ദേഹത്തിന് കണ്ടെത്താനുള്ള ആദ്യഘട്ട തെരച്ചിൽ ഈ ഒരു മൂന്ന് ദിവസമായി തുടരുമ്പോഴും ഫലം കണ്ടിട്ടില്ല. ശനിയാഴ്ച വൈകുന്നേരമാണ് കൂട്ടുകാർക്കൊപ്പം പുഴയിലിറങ്ങിയ യുവാവിനെ പെട്ടെന്നുണ്ടായ ശക്തമായ കുത്തൊഴുക്കിൽപ്പെട്ട് കാണാതായത്. വിലങ്ങാട്ടുള്ള കൂളിക്കാവ് ഭാഗത്ത് പുഴയിൽ യു.പി. സ്വദേശികളായ 8 സംഘമാണ് കുളിക്കാനിറങ്ങിയത്. അതുപോലെ രാവിലെ 6 മണി മുതൽ ഇന്ന് രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ അദ്ദേഹത്തിന്റെ മൃതദേഹമാണ് കിട്ടാനുള്ളത്. ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെടുത്തുവാനും എല്ലാം സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു യുവാവിനെയാണ് എവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. പുഴയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൃതദേഹവും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജനകീയ തിരച്ചിലാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കെന്നൽ സ്കോണിലുള്ള ഡോഗ് സ്ക്വാഡിലുള്ള നായയെയും എത്തിയിട്ടുണ്ട്. ഈ ഒരു മലവെള്ള പാച്ചിലെല്ലാം ആളുകൾ അകപ്പെടുമ്പോൾ രക്ഷപ്പെടാനുള്ള ദൗത്യ സംഘത്തിൽ പെടുന്ന നായയാണ്. ആ നായയുടെ സഹായം കൂടി പോലീസ് തേടിയിട്ടുണ്ട്. എന്തായാലും ജനകീയ തെരച്ചിലാണ് മേഖലയിൽ നടന്നിട്ടുള്ളത്. എന്തായാലും ജില്ലയിൽ ആകമാനം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ഗ്രാമപ്രദേശങ്ങളിലും മറ്റ് കിഴക്കൻ മേഖലകളും, കോഴിക്കോടിന്റെ കിഴക്കൻ മേഖലകളിലെല്ലാം അതിശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുഴയിൽ ഇറങ്ങരുത്, അപരിചിതമായ സ്ഥലത്ത് ആരും തന്നെ ഇറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ യു.പി. സ്വദേശിയായ 19കാരനെ അദ്ദേഹത്തിനെ കണ്ടെത്താനുള്ള ശ്രമം 4ാം ദിവസവും ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അടിക്കടി ഉണ്ടാവുന്ന മഴയും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ആര്യ, ശരി, PJ അരുണാണ് വിവരങ്ങൾ നൽകിയത്.